ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഷോർട്ട് വീഡിയോ. അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റ് ഡേ ഇൻ ലക്ഷദ്വീപാണ്. നമ്മൾ ഇന്ന് പോകുന്നത് കയാക്കിങ്ങും അതുപോലെ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ് ഓഫ് നൗ നമ്മൾ പോകുന്നത്. രാവിലെ പോകുമ്പോൾ തന്നെ നല്ല മഴയ്ക്കുള്ള കോളുണ്ട്. നമ്മൾ ബീച്ചിലെത്തി. അവിടെ നോക്കുമ്പം നല്ല കാറ്റും നല്ല മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ. എനിക്ക് ശരിക്കും ലിറ്ററലി ഉള്ളിൽ നിന്ന് നല്ല പേടിയുണ്ടായിരുന്നു. ഓക്കെ, മഴ പെയ്താൽ ഞാൻ സ്കൂബ ചെയ്യണോ വേണ്ടോ, അല്ലെങ്കിൽ കയാക്കിങ് ചെയ്യണോ? ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കയാക്കിങ് വരെ ചെയ്തിട്ടില്ല. സോ വെള്ളം പേടിയായിട്ടുള്ള ഒരാൾ, ഐ വാസ് ലിറ്ററലി വെരി സ്കെപ്റ്റിക്കൽ. ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഒരു ഇതിൽ. ആൻഡ് എൻ്റെ കഷ്ടകാലത്തിനും അല്ലെങ്കിൽ എൻ്റെ നല്ല കാലത്തിന് വേണമെങ്കിൽ പറയാം, നമ്മൾ കയാക്കിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് ഞാനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ നമ്മളെ ട്രിപ്പിൽ ഏറ്റവും അടിപൊളിയായിട്ട് നീന്താൻ അറിയുന്ന ഒരാളെ തന്നെ കേട്ടോ കൂടെ ചൂസ് ചെയ്തത്. ബിക്കോസ് എനിക്ക് നീന്താൻ അറിയില്ല. ഇൻ കേസ് വീണ് പോയാൽ തന്നെ ഞാൻ പാനിക് ആവാതിരിക്കാൻ നീന്തൽ അറിയുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ കയാക്കിങ്ങിന് ഇറങ്ങിയത്. നമ്മളെ സ്വന്തം ആമീർഖാൻ്റെ കൂടെയാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കടലിലേക്ക് നമ്മളവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു. ലിറ്ററലി അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ മഴ പെയ്തപ്പം നമ്മൾ കൂടെയുള്ള ആൾക്കാരെല്ലാവരും തിരിച്ച് ഷെഡിൻ്റെ അണ്ടറിലേക്ക് പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ 10 to 15 മിനിറ്റ്സ് കയാക്കിങ് ഓരോരുത്തർക്ക് ടൈമിങ് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് മോർ ദാൻ 15 മിനിറ്റ്സ്, ലൈക്ക് അറൗണ്ട് 30 മിനിറ്റ്സ് കിട്ടി മഴയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്തും സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒരു മഴ കഴിഞ്ഞു. അപ്പം ഇറങ്ങണോ വെള്ളത്തിന് നല്ല ടൈഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ടർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സിമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലിറ്ററലി അതിൻ്റെ ഇടയിൽ 1 by 1 എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരും പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ സ്റ്റിൽ ഇറങ്ങിയിട്ട് സ്കൂബ ചെയ്യാൻ വേണ്ടി. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ ആൻഡ് ഐ ഡു നോട്ട് റിഗ്രറ്റ് മൈ ഡിസിഷൻ. ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഓഫ് മൈ ലൈഫ്. ഞാനത് ചെയ്തു എന്നുള്ളത്. പേടി കുറച്ചൊക്കെ മാറിക്കിട്ടി. ബട്ട് പേടീനേക്കാളും ഞാൻ പറയുകയാണെങ്കിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. സോ ഇങ്ങനത്തെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരവസരം ഉണ്ടെങ്കിൽ ആരും അത് പാഴാക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.